ഭൂതസംഖ്യയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ അറിയണം. അതായത് ഇവിടെ പറയുന്നത് വിഭുത എന്നൊരു പദമുണ്ട്. വിഭുത എന്നാൽ 33 എന്നാണ് അർത്ഥം. വിഭുത 33. എന്തുകൊണ്ട് ഈ 33 വരാൻ കാരണം? നമ്മൾ 33 കോടി ദേവന്മാരെന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ ദേവന്മാര് 33 കോടി ദേവന്മാര് ഉണ്ടോ? കോടി എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറയുന്നത് തെറ്റാണോന്നറിയില്ല, അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. കോടി എന്ന പദത്തിന് ധാരാളം അർത്ഥമുണ്ട്. നമ്മുടെ ലോട്ടറി എടുക്കുമ്പോൾ ഉള്ള കോടി അല്ലേ? പക്ഷെ ഇവിടെ അർത്ഥം പറയുന്നത് കോടി എന്നത് ഒരു തരം അല്ലെങ്കിൽ വിഭാഗം എന്ന അർത്ഥത്തിലാണ്. 33 തരം ദേവതകളെ ഉള്ളൂ. പിന്നെ 33 കോടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ കോടി എന്നതിന് നമ്മുടെ വേദ ഗണിതത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയത് പെർസെന്റേജ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. 33%, 33 കോടി 33%. അതായത് നമ്മളില്, പ്രകൃതിയിലും നമ്മളിലും 33% സ്വാത്വിക ഗുണമുണ്ട്, 33% രജോ ഗുണമുണ്ട്, 33% തമോ ഗുണമുണ്ട്. ഇത് പ്രകൃതിയിലുണ്ട്. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 33 കോടി എന്നുള്ള പദം ഉപയോഗിച്ചത് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുക. 33 കോടി ദേവതകൾ. യഥാർത്ഥത്തിൽ 33 കോടിയൊന്നും ഇല്ല, ഒന്നേ ഉള്ളൂ അല്ലേ? ശരിയല്ലേ? ഒന്നല്ലേ ഉള്ളൂ. അതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ അല്ലേ? ഏക ഏവഹി ഭൂതാത്മാ, ഭാഗവതത്തിലുള്ളതാ. അവിടെ ഈ കണക്കുണ്ട്. ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുധാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. എല്ലാ മെറ്റീരിയൽസിലും, ഭൂതം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ്, മെറ്റീരിയൽ ഒബ്ജക്ട്സിലും ഏക ഏവഹി, ഒന്നേ ഉള്ളൂ. ഉറപ്പിച്ച പറയുന്നേ, ഏക ഏവഹി, ഒന്നേ ഉള്ളൂ, ഒരേ ചൈതന്യമേ ഉള്ളൂ. ഏക ഏവഹി ഭൂതാത്മാ, സർവ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണുള്ളത് എന്ന് അറിവുള്ളവർ മനസ്സിലാക്കുമ്പോൾ, അറിവില്ലാത്തവരെങ്ങനെയാ മനസ്സിലാക്കുക? ദൃശ്യതേ ജലചന്ദ്രവത്. ആകാശത്തിൽ ഒരു പൂർണ്ണചന്ദ്രൻ, ഭൂമിയിലെ വിവിധ ജലാശയങ്ങളിൽ അനേകം പൂർണ്ണചന്ദ്രന്മാര് അല്ലേ? കുളത്തില് നോക്കിയാൽ പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും, കിണറ്റിലെ ജലത്തിലെ പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും, റോഡിലെ ഗട്ടറിലെ ജലത്തിലെ പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും. അങ്ങനെ ഭൂമിയിലെ വിവിധ ജലാശയങ്ങളിൽ ഒന്നിലധികം പൂർണ്ണചന്ദ്രന്മാരുടെ പ്രതിബിംബം കണ്ടിട്ട് അജ്ഞാനികളായിട്ടുള്ളവർ ഒന്നിലധികം ഈശ്വരനുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ജ്ഞാനികളായിട്ടുള്ളവർ ഒന്നേ ഉള്ളൂ എന്ന് അറിയുന്നു. ഇവിടെയുള്ള സദസ്സിനെ പോലെ അല്ലേ? നമ്മുടെ പൂർവികരാണ് അല്ലെ? ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ പറയും 33 കോടി ദേവതമാര് നമ്മളുണ്ട് എന്നൊക്കെ പറയും. 33 കോടി എന്ന സങ്കല്പത്തിനല്ല ശങ്കരാചാര്യര് പ്രാധാന്യം അദ്വൈത സിദ്ധാന്തത്തിലൂടെ കൊടുത്തത്. അദ്ദേഹമൊക്കെ അത് പറഞ്ഞു വെച്ചെങ്കിലും നമ്മളിപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഒന്നേ ഉള്ളൂ എന്ന് സമ്മതിക്കാൻ നമുക്ക് കുറെ മടിയുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, മടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുപാടുണ്ടെന്ന് വിചാരിച്ചോ. എന്താ പറഞ്ഞ ശ്രീകൃഷ്ണൻ? ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ മടിയാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചോ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാ യുക്തസ്തസ്യ ആരാധനമിഹതേ ലഭതേ തദകാമാൻ മയേവ വിഹിതാൻ ഹിതാൻ. കേട്ടിട്ടുണ്ടോ ഈ വരികള്? അതായത് യോയോ യാം യാം തനും ഭക്ത, ഏതേത് ഭക്തനാണോ ശ്രദ്ധയാ യുക്തസ്തസ്യ ആരാധനമിഹതേ, ശ്രദ്ധയോടും യുക്തിയോടും ഭക്തിയോടും കൂടി എന്നെ ഭജിക്കുന്നത്, ഏത് രൂപത്തിലാണോ ഭജിക്കുന്നത്, ലഭതേ ച തദകാമാൻ, അവരേത് രൂപത്തിലാണോ എന്നെ ഭജിക്കുന്നത്, സരസ്വതി ആയിട്ടാണെങ്കിൽ അങ്ങനെ, ബ്രഹ്മാവായിട്ടാണെങ്കിൽ അങ്ങനെ, വിഘ്നേശ്വരായിട്ടാണ് എന്നെ പൂജിക്കുന്നതിൽ അങ്ങനെ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനായിട്ടാണ് എന്നെ പൂജിക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല എന്നെ ഒരു ശത്രുഭാവത്തിലാണ് പൂജിക്കുന്നതിൽ അങ്ങനെ, ലഭതേ ച തദകാമാൻ, അവരുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് എന്നെ തന്നെ ലഭിക്കുന്നു. മയേവ വിഹിതാൻ ഹിതാൻ, എന്നെ തന്നെ ലഭിക്കുന്നു. കംസൻ ശത്രുവായിട്ടാണ് കൃഷ്ണനെ ആരാധിച്ചത്, ശത്രുഭാവത്തിൽ തന്നെ അനുഗ്രഹവും കൊടുത്തു. ശരിയല്ലേ? അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അനേക ഭാവത്തില് പ്രാർത്ഥിച്ചാൽ വിരോധമുള്ള ആളല്ല. അതുകൊണ്ട് 33 കോടി ഭാവത്തിൽ ആരാധിച്ചോളാൻ സർവ്വ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ശങ്കരാചാര്യര് പറയുന്നു, അറിഞ്ഞിരിക്കണം,
ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ഇതേ ഉള്ളൂ എന്നാണ് പറയുക. പക്ഷെ എങ്കിലും നമ്മൾ പ്രകൃതിയിലെ വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യപദാർത്ഥങ്ങൾക്ക് അതിൻ്റെ അധിപനായിട്ട് ഓരോരോ ദേവതകളെ വെക്കാറുണ്ട്, അല്ലേ? വായുവിന് വായുദേവൻ എന്നുള്ള സങ്കല്പം കൊടുക്കാറുണ്ട്. നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? അങ്ങനെ ദേവതകളെ കൊടുക്കും. അങ്ങനെയുള്ള ദേവതകളെ ഒന്ന് എണ്ണിയാൽ 33 എന്നേ കിട്ടുള്ളൂ. ഋഷിമാര് അങ്ങനെ 33 പേരെ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതറിഞ്ഞ നമ്മുടെ ഭാരതീയ ഗണിതശാസ്ത്രകാരന്മാര് 33 എന്ന സംഖ്യ, അത് ദേവന്മാരുടെ ആ സംഖ്യയാണ് വിഭുത എന്ന പേരിൽ വിളിച്ചു. വിഭുത 33 ദേവന്മാരായതുകൊണ്ട് വിഭുത എന്ന വാക്ക് 33നെ സൂചിപ്പിക്കുന്നു. നേത്ര എത്രയാണുള്ളത്? 2. നേത്രമെന്ന് ഈ ഭാസ്കരാചാര്യരുടെയും അതുപോലെ തന്നെ സംഗമം ഗ്രാമമാധവാചാര്യരുടെയും പുസ്തകം പരിശോധിക്കുന്ന വ്യക്തികൾ നേത്രമെന്ന വാക്ക് അതിൽ കണ്ടാൽ ഓർത്തോളൂ, 2 എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗജ എത്ര എണ്ണം ഉണ്ട്? ഗജം ഏത് സംഖ്യയായിരിക്കും? 8 ഗജങ്ങളുണ്ട്. അഷ്ടദിക് ഗജങ്ങൾ അല്ലെങ്കിൽ അഷ്ടദിക് വാരണകൾ എന്ന് പറയും. ഐരാവതം, പിന്നെ പുണ്ടരീകം, വാമനം, കുമുദം, അഞ്ജനം, പുഷ്പദന്തം, സർവഭൗമം, സുപ്രതീകം, ഇങ്ങനെ 8 തരത്തിലുള്ള ആനകൾ പുരാണങ്ങളിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗണിതശാസ്ത്രകാരന്മാര് 8 എന്ന സംഖ്യയ്ക്ക് പകരമായിട്ട് ഗജം എന്ന പദം എടുത്തു. പിന്നെ അഹി എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ്. അഷ്ടാഹികൾ, അല്ലെ? 8 നാഗങ്ങളുണ്ട്. സ്പിരിച്വാലിറ്റിയും ശാസ്ത്രവും നമ്മൾ സംയുക്തമായിട്ട് പഠിക്കണം എന്നാരാ പറഞ്ഞത്? യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളേ? വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യാ മൃത്യും തീർത്വാ വിദ്യാ അമൃതമസ്നുതേ. 2 തരത്തിലുള്ള അറിവ് ലോകത്തിലുണ്ട്, വിദ്യയും അവിദ്യയും. വിദ്യ സ്പിരിച്വൽ നോളജ്, അവിദ്യ ഭൗതികമായിട്ടുള്ള അറിവ്, ഫിസിക്കൽ നോളജ്. അതാണ് സയൻസ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ഇതൊക്കെ, അല്ലേ? വിദ്യ സ്പിരിച്വൽ ആയിട്ടുള്ള അറിവ്. ഇങ്ങനെ 2 തരത്തിലുള്ള അറിവ് ഈ പ്രപഞ്ചത്തിലുണ്ട്, ലോകത്തിലുണ്ട്. അവിദ്യാ മൃത്യും തീർത്വ, ഭൗതികമായിട്ടുള്ള അറിവിലൂടെ, കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ച് ഭൗതികമായിട്ടുള്ള അറിവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വിദ്യ അമൃതമസ്നുതേ, ആധ്യാത്മികമായുള്ള അറിവിലൂടെ അമൃതമസ്നുതേ, അമരത്വത്തെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്, അന്ധം തമ പ്രവിശ്യന്തി യോ അവിദ്യാ ഉപാസത്തെ. ഭൗതികമായ അറിവിലൂടെ മാത്രം, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ച് എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം, ഡോക്ടർ ആയതുകൊണ്ട് മാത്രം, ആ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിശ്വസിക്കുന്നവര് കൂരിരുൾ നിറഞ്ഞ അന്ധകാരത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. അടുത്ത വരി പറയുന്നത്, തതോ ഭൂയ യുവതേ തമോ യോ വിദ്യായാം രതാഹ. എന്താ അർത്ഥം? ആധ്യാത്മികതയിലൂടെ മാത്രം രാവിലെ തൊട്ട് രാത്രി വരെ രാമനാമം ചൊല്ലി കൃഷ്ണനാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് ധരിക്കുന്നവരും അങ്ങോട്ട് തന്നെയാ പോകുന്നത്. എങ്ങോട്ട്? ഊരിൽ നിറഞ്ഞ അന്ധകാരത്തിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അപകടമാണ് മക്കളെ എന്നാണ് യാജ്ഞവൽക്യ മഹർഷി, ഈശാവാസ്യം, അല്ലെ, ഉപനിഷത്ത് എഴുതിയ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. ഇത് രണ്ടും നമുക്ക് വേണം. ഭൗതികമായിട്ടുള്ള അറിവും വേണം, ആധ്യാത്മികമായിട്ടുള്ള അറിവും വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം നേടിക്കൊണ്ട് വന്നയാളാണ് റോബർട്ട് ഓപ്പൺഹൈമർ. ഒരു തരത്തിലുള്ള ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? 2 ആറ്റം ബോംബ് നിർമ്മിച്ചു, ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്ന് പേരിട്ടു, സൈനികരുടെ കൊടുത്തയച്ചു, ഹിരോഷിമയിൽ 8 ലക്ഷക്കണക്കിന് ആൾക്കാരെ, ആബാലവൃദ്ധ ജനങ്ങളെ കൊന്നൊടുക്കി. ഇതേ രീതിയിൽ ഭൗതിക ശാസ്ത്രത്തിൽ അറിവ് നേടിയ, ആധ്യാത്മികതയിൽ അറിവ് നേടിയ ആളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിൽ വീണ് നമസ്കരിക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു. എന്താ കാരണം? റോബർട്ട് ഓപ്പൺഹൈമറെ ആരും ആരാധിക്കുന്നില്ല ലോകത്തില്. എന്താ കാരണം? അദ്ദേഹത്തിന് ആധ്യാത്മികതയില്ല, ഭൗതികത മാത്രമേ ഉള്ളൂ.
മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടായാലും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ചിന്ത വരുന്നത് ആധ്യാത്മികതയുടെ കുറവാണ്. അവർ അധർമ്മികളായിരിക്കും, അല്ലേ? അധർമ്മം ചെയ്യുന്നവരായിരിക്കും, അധർമ്മ ചിന്തകൾ അവർ കൊണ്ടു നടക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അവരെ ധർമ്മചിന്തയിലൂടെ അവർ പഠിച്ച ഭൗതിക അറിവിനെ പ്രയോഗിക്കണമെങ്കിൽ, നമുക്കറിയാം ഇവിടെ തകർന്നു വീഴുന്ന പാലങ്ങളൊക്കെ നോക്കുക, എഞ്ചിനീയർ ആയിട്ടുള്ളവർ പണിത പാലങ്ങളാണ് തകർന്നു വീഴുന്നത്. ഹൈവേ പണിയുമ്പോൾ ഹൈവേയുടെ ഭിത്തികൾ എന്തുകൊണ്ടാണ് തകർന്നു വീഴുന്നത്? ഇത്രയും വലിയ പഠനം നടത്തിയവരാണ്, വലിയ വലിയ എഞ്ചിനീയർമാരാണ് പണിയുന്നത്. ഇതെല്ലാം തകർന്നു വീഴുന്നു. വിരലിന് ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലുന്നവന് നാക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു. ഉന്നതമായി പഠിച്ച ഡോക്ടർ. എന്താ കാര്യം? ആധ്യാത്മികതയില്ല, ധാർമ്മികതയില്ല. അതുകൊണ്ട് ഭൗതികമായ അറിവ് മാത്രം നേടിയാൽ കാര്യമില്ല. ധാർമ്മികമായിട്ട് ആ അറിവിനെ സമാജത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവനിൽ ആധ്യാത്മികമായിട്ടുള്ള മൂല്യബോധവും കൂടി അവനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവൻ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ജീവിക്കൂ എന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നാഗങ്ങൾ 8 എണ്ണം, 1 അനന്തൻ, 2 വാസുകി, 3 തക്ഷകൻ, 4 കാർക്കോടകൻ, 5 പത്മൻ, 6 മഹാപത്മൻ, 7 ശംഖൻ, 8 ഗുളികൻ. അങ്ങനെ 8 നാഗങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ സംഗമഗ്രാമ മാധവാചാര്യര് അഹി എന്ന പദമാണ് 8-ന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അടുത്ത പദം ഉപയോഗിക്കുന്ന ഹുദാശനൻ. ഹുദാശനൻ എന്നത് 3 എന്ന അർത്ഥമാണ്. എന്താണ് ഹുദാശനൻ? ഹുദാശനൻ എന്നത് സംസ്കൃതത്തിൽ അഗ്നി അല്ലേ മഷാണ്, അഗ്നിയാണ്. അപ്പോ 3 അഗ്നികളുണ്ട്. ഗാർഹപത്യ അഗ്നി, വീട്ടിൽ നിലത്ത് നിർത്തുന്ന അഗ്നിയാണ്, നിലത്ത് വെക്കുന്ന അഗ്നിയാണ്. അത് യജ്ഞത്തിനുള്ള അടിസ്ഥാന അഗ്നിയായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത് ആവാഹനീയ അഗ്നി, യജ്ഞഹോമങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാന അഗ്നിയാണ്. ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഹവിസ് ആവഹനീയ അഗ്നിയിലൂടെയാണ് നൽകുന്നത്. 3 ദക്ഷിണാഗ്നി, പിതൃകർമ്മങ്ങൾക്കും പ്രത്യേക അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദക്ഷിണാഗ്നി. ഈ 3 അഗ്നികൾ ഉള്ളത് കൊണ്ട് സംഗമഗ്രാമ മാധവാചാര്യര് 3 എന്ന സംഖ്യയ്ക്ക് പകരം ഹുദാശനൻ എന്ന പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ 3-ന് പകരം മറ്റൊരു പദം കൂടി എടുത്തിട്ടുണ്ട്, ഗുണം. അതറിയാം, സ്വാത്വികം, രാജസം, താമസം. അപ്പൊ ഗുണം എന്നെവിടെങ്കിലും കണ്ടാൽ ഓർത്തോളൂ, ഇദ്ദേഹത്തിന്റെ കൃതിയിൽ അത് 3 എന്ന സംഖ്യയാണ്. പിന്നെ 4 എന്ന സംഖ്യയ്ക്ക് പകരം വേദം എന്ന പദമാണ് ഉപയോഗിക്കുക. വേദം 4 എന്നാണ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. പിന്നെ ഭ എന്നൊരു പദം 27-നെ സൂചിപ്പിക്കുന്നു. കാരണം 27 നക്ഷത്രങ്ങളാണുള്ളത്. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 27 നക്ഷത്രം ഉള്ളത് കൊണ്ട് അതിന് പകരം 27 എന്ന സംഖ്യയെ സൂചിപ്പിക്കാൻ സംഗമഗ്രാമ മാധവാചാര്യർ സ്വീകരിക്കുന്ന ഭ എന്ന അക്ഷരമാണ്. അതുപോലെ ബാഹു 2 എന്ന സംഖ്യയാണ്, ബാഹു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു സംഖ്യ നവനിഖർവ. നവം 9, നിഖർവം 10⁻11. 10 1 എഴുതി 11 പൂജ്യമുള്ള സംഖ്യ. നിഖർവം എന്നാൽ 1 എഴുതി 11 പൂജ്യം ഉള്ള സംഖ്യ. അപ്പൊ നവനിഖർവ എന്നാൽ 9 × 10⁻11. 9 × 10⁻11. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വരിയുടെ അർത്ഥം ഇതൊന്ന് വ്യാഖ്യാനിച്ചാൽ, അതായത് മാധവാചാര്യ പുനഃ അധോപ്യാസന്നതമാം പരിധി സൂക്ഷ്മമുക്താൻ വിഭുജ നേത്ര ജാഹിതാശന ത്രിഗുണവേദമാ വാരണവാഹ വാഹവഹ നവനിഖർവമിതേ വൃത്തിവിസ്താരേ പരിധിമാനമിതം ജഗദ്ബുദ്ധാഹ. ഇതിന്റെ അർത്ഥം, ഞാൻ ഈ പറഞ്ഞ ഭൂതസംഖ്യയെ ചേർത്തുകൊണ്ട് ഇതിന്റെ അർത്ഥം കണ്ടെത്തിയാൽ ഈ സൂത്രത്തിലെ ഓരോ പദവും ഓരോ ഡിജിറ്റാണ്. അതായത് ആ ഡിജിറ്റ് മുഴുവൻ വായിക്കണമെങ്കിൽ പ്രയാസം, അത്രയും വലിയ സംഖ്യയാണ്. 2 അക്കം വീതം വായിക്കും. 28, 27, 43, 33, 88, 233. ഇത്രയും വലിയ സംഖ്യയാണ്. അതിനെ 9 × 10⁻11, 9 × 10⁻11 കൊണ്ട് ഗുണിച്ചാൽ പൈയുടെ 11 ദശാംശ സ്ഥാനത്തിലുള്ള വാല്യൂ കിട്ടും. ആര്യഭടൻ 4 കണ്ടെത്തിയുള്ളൂ. സംഗമഗ്രാമ മാധവാചാര്യര് കണ്ടെത്തിയത് 3.4159565353592. 11 ദശാംശ സ്ഥാനത്തിന് കറക്റ്റായിട്ട് പൈയുടെ വാല്യൂ കണ്ടെത്തിയത്
ഈ പറഞ്ഞ വരികളിലൂടെയാണ്, സൂത്രത്തിലൂടെയാണ്. ഒന്നുകൂടെ വായിക്കാൻ വരികള് 11 ഡെസിമലായിട്ട് പൈയുടെ വാല്യൂ കണ്ടെത്തുന്ന വരികളാണ്. മാധവാചാര്യ പുനഃ അധോപ്യാസന്നതമാം പരിധി സൂക്ഷ്മ മുക്താൻ വിഭുജ നേത്ര ജാഹിതാശന ത്രിഗുണ വേദ വാരണവാഹവ നവനിഖർവമിതേ വൃത്തിവിസ്താരേ പരിധിമാനമിതം ജഗദ്ബുദ്ധാഹ. 11 ഡെസിമൽ പ്ലേസസിന് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാധവാചാര്യരുടെ ശിഷ്യനായ ജ്യേഷ്ഠദേവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ശിഷ്യന്മാരുടെ ഗ്രന്ഥത്തിൽ. നമ്മൾ മാധവാചാര്യരെ കുറിച്ച് അറിയുന്നത് ശിഷ്യന്മാരിലൂടെയാണ്. മാധവ സ്കൂൾ ഓഫ് ഞാൻ പറഞ്ഞ KSMA, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി, ഗുരു ശിഷ്യ പരമ്പര, ആ ശിഷ്യന്മാരുടെ ഗ്രന്ഥത്തിലൂടെ മാത്രമേ മാധവാചാര്യരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കാരണം മാധവാചാര്യരുടേതായിട്ട് 1-2 പുസ്തകങ്ങൾ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം 7ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗോളവിദ് എന്നൊരു അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു പേരുണ്ട്, ഗോളവിദ്വാൻ. പ്രപഞ്ചഗോളങ്ങളെ കുറിച്ച് പഠിച്ച ആളായതുകൊണ്ട് അപ്പൊ അദ്ദേഹം ആ മേഖലയിലൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ പേരുകളും നമുക്കറിയാം. പക്ഷെ ആ പുസ്തകങ്ങളിൽ വെണ്വാരോഹം ഉൾപ്പെടെയുള്ള 2 പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി പുസ്തകങ്ങൾ രചിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ശിഷ്യന്മാരിലൂടെ പോകണം. ഭാഗ്യവശാൽ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവരതിന്റെ ക്രെഡിറ്റ് എടുത്തില്ല. ഇപ്പോഴാണ് എങ്ങനെ ഉണ്ടാവും? കണ്ടെത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയെടുക്കും. ഇവരാരും അത് ചെയ്തിട്ടില്ല. ഈ ശിഷ്യന്മാരെല്ലാം പറയുന്നു മാധവാചാര്യർ ഇങ്ങനെ പറഞ്ഞു, മാധവാചാര്യർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകമെല്ലാം എഴുതിയിട്ടുള്ളത്. അതിൽ ജ്യേഷ്ഠദേവനാണ് മാധവാചാര്യർ പറഞ്ഞതിന്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ ജ്യേഷ്ഠദേവൻ സ്വന്തമായിട്ട് ആ തെളിവ് കണ്ടെത്തി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധി എത്ര മാത്രമായിരിക്കും? മാധവാചാര്യർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം, അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ഈ സൂത്രവാക്യത്തിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാര് കൃത്യം യോഗ്യതയുള്ളവരെ കണ്ടെത്തിയാണ് അറിവ് കൊടുത്തിരുന്നത്. ഇന്നും അതെ. ഇന്ന് ചില വൈദ്യന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക, എല്ലാം ഇതും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ ഏറ്റവും യോഗ്യനായ ഒരാളെ കണ്ടെത്തിയാൽ അവന് മാത്രമായിട്ട് അത് പകർന്നു നൽകും. ഇപ്പൊ ഈ ആറന്മുള കർണാടിയുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലേ. ഇപ്പൊ അത് സാർവത്രിക ആയി തോന്നുന്നു അല്ലേ. നേരത്തെ അത് രഹസ്യമായിട്ട് വെച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? അർഹതയുള്ളവനാണ് അത് നേടാൻ. അന്ന് അർഹതയ്ക്ക് ശിഷ്യന് അർഹത ഉണ്ടാവണം. എല്ലാ ശിഷ്യന്മാർക്കും അത് കൊടുക്കില്ല. ബ്രഹ്മാസ്ത്ര വിദ്യയൊക്കെ നമുക്കറിയാം, പുരാണങ്ങളിൽ പോലും എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ. ദ്രോണാചാര്യർക്ക് ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മാസ്ത്ര വിദ്യ കൊടുത്ത 1-2 പേർക്ക് മാത്രം അല്ലേ. ആ ഒരു സമ്പ്രദായമായിരുന്നു കാലങ്ങളോളം നമ്മൾ പിന്തുടർന്നു വന്നിരുന്നത്. അതിന്റെ മെറിറ്റ് എന്താ? ഈ വരുന്ന ശിഷ്യൻ സ്വയം ഈ അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കും. അവന് അതിന്റെ കാതലായിട്ടുള്ള ഭാഗം മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നീ സ്വയം കണ്ടെത്തിക്കോ. ഈ ഒരു സമ്പ്രദായമായിരുന്നു നമ്മൾ സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇത്രയും വലിയ അറിവ് വളർന്നു വന്നത്. ഇതില് മാധവാചാര്യര് കണ്ടെത്തിയ ഗ്രിഗറി സീരീസ് എന്ന് വിളിക്കുന്ന π/4, അതായത് ഈ പറയുന്ന ഈ പൈ എന്ന് പറയുന്നത് നമ്മൾ വൃത്തത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പൈ എന്ന് പറയുന്നത് ഒരു ചാപത്തിന്റെ നീളമായിട്ട് കണക്കാക്കാം. റേഡിയൻ മെഷർ എന്നൊക്കെയാണ് മാത്സ് അറിയാവുന്നവർക്കറിയാം. അപ്പൊ അതിന്റെ 4/1, ആ റേഡിയൻ മെഷറിന്റെ 4/1 കണ്ടെത്തുക. അതായത് ഒരു വൃത്തത്തെ 4ആയിട്ട് ഭാഗിച്ചിട്ട് അതിൽ ഒരംശം എടുത്താൽ ഒരു ചാപം കിട്ടും. ഞാൻ ആ LCD പ്രൊജക്ടറിന്റെ കാണിക്കായിരുന്നു. ഒരു വൃത്തത്തെ 4ആയിട്ട് ഭാഗിക്കുക. ആ 4-1 ഭാഗം ഒരു ചാപം കാണാൻ സാധിക്കും, ഒരു ചാപം കിട്ടും. ആ ചാപം ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള വൃത്തമാണ് എടുത്തതെങ്കിൽ ആ ചാപത്തിന്റെ നീളം π ആയിരിക്കും. നീളം π എന്ന വാല്യൂ ആയിരിക്കും. അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ശ്രേണി, അനന്ത ശ്രേണി വാക്യം π/4. അത് ആദ്യമായിട്ട് കണ്ടെത്തിയത് സംഗമഗ്രാമ മാധവാചാര്യാണ്. പക്ഷെ ഈ അടുത്ത കാലം വരെയും ഗ്രിഗറി എന്ന പേരിൽ മാത്തമാറ്റീഷ്യനാണ് അത് കണ്ടുപിടിച്ചത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അത് തിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ മാധവ ഗ്രിഗറി സീരീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അദ്ദേഹം സംസ്കൃത വരിയിൽ എഴുതിയിരിക്കുന്നത് വ്യാസേ വാരിധി നിഹതേ രൂപഹൃദേ വ്യാസസാഗരം ഇഹതേ ത്രിശരാദി വിഷമസംഖ്യാ ഭക്തം
ഋണം സ്വം പൃഥക് ക്രമാത് കുര്യാത്. ഇത്രേ വരികയുള്ളൂ ഈ π/4 കണ്ടെത്താൻ. അതായത് ഒരു വൃത്തത്തെ 4 ഭാഗിച്ചിട്ട് ഒരു ചാപത്തിന്റെ നീളം അനന്തശ്രേണി വാക്യമായിട്ട് കണ്ടെത്താൻ കൊടുത്ത വരികളാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്രകാരന് ഭാരതത്തിലൊഴികെ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ കേവലം 2-3 സംസ്കൃത വരിയിൽ, അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് വരിയിലായാലും കുഴപ്പമില്ല, എഴുതാൻ ധൈര്യം കാണിക്കുമോ? ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെ 2-3 വരികളിലൂടെ രേഖപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അത് ഭാരതീയ ഗണിതശാസ്ത്രകാരന്മാർക്ക് മാത്രമേ പറ്റൂ. ലോകത്തിലുള്ള മറ്റെല്ലാ ഗണിതശാസ്ത്രകാരന്മാരും ഗദ്യരൂപത്തില് എത്രയോ പേജുകളായിട്ടാണ് തിയറംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്, അല്ലേ? ഗണിതം പഠിച്ച PG ഒക്കെ കഴിഞ്ഞവരെ ഒരുപാടുണ്ട്. എന്നെക്കാളിലൊക്കെ ഒരുപാട് പഠിച്ചു പോയവർ ഇവിടെ ഉണ്ടാവും. അവർക്കറിയാം എത്ര പേജുകളാണ് ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ 3-4 സംസ്കൃത വരികളിലായിട്ട് വലിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. വ്യാസേ വാരിധി നിഹതേ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഡയമീറ്റർ, വ്യാസത്തെ 4 കൊണ്ട് ഗുണിക്കുക എന്നാണ്. പിന്നെ വിഷമസംഖ്യാഭക്തം ഡിവൈഡഡ് ബൈ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കുക. ത്രിശരാദി, ത്രിശരം 3, 5 എക്സെട്ര, 3ൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകൾ 3, 5 എക്സെട്ര. ഋണം സ്വം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പരിധി എന്ന് പറഞ്ഞാൽ, വൃത്തപരിധി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു വ്യാസം ഇൻറ്റു 1 മൈനസ് 1/3 പ്ലസ് 1/5 പിന്നെ മൈനസ് 1/7 പിന്നെ പ്ലസ് 1/9, ഇങ്ങനെ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും എടുത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒരു അനന്ത ശ്രേണിയാണ് അദ്ദേഹം വൃത്തപരിധി കണക്കാക്കാനായിട്ട് കണ്ടെത്തിയത്. പ്രൊജക്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കായിരുന്നു. ശരിക്കും യുക്തിഭാഷയുടെ അതേ രീതിയിൽ ഇന്നത്തെ മോഡേൺ മാത്തമാറ്റിക്സിലൂടെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണിത്, മാധവാചാര്യരുടെ ഈ കണ്ടെത്തലുകൾ. ഈ π/4 വാല്യൂ കണ്ടെത്തിയതിനു ശേഷം ഈ ഒരു കണ്ടെത്തലിലൂടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ 11 ഡെസിമൽസ് വരെ അദ്ദേഹം പൈയുടെ വാല്യൂ കണ്ടെത്തിയത്. മാധവാചാര്യരുടെ ഈ അനന്തശ്രേണി ഉപയോഗിച്ചുകൊണ്ട് കുറേ ദിവസങ്ങളോളം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ 100 ഡെസിമൽസ് വരെ, നമുക്ക് സമയമുള്ളത്രയും ഇരുന്നാൽ അതനുസരിച്ച് എത്രയോ ഡെസിമൽസ് വരെയും നമുക്ക് പൈയുടെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. അന്ന് കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ ഗണിതത്തെ രസകരമായി കൈകാര്യം ചെയ്തിരുന്ന ഈ മാത്തമാറ്റീഷ്യൻസ് എല്ലാം തന്നെ ഭാരതീയ ഗണിതശാസ്ത്രകാരന്മാർ പൈയുടെ വാല്യൂ കൂടുതൽ കണ്ടെത്തുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് കമ്പ്യൂട്ടറിലൂടെ മില്യൺസ് വാല്യൂസ് വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മഹത്വം എന്ന് പറയുന്നത് ആ സെൻസിലേ നമ്മൾ കാണാൻ പാടുള്ളൂ. പിന്നെ ഭാരതീയ ഗണിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഈ ഒരു മേഖലയിലേക്ക് സംസ്കൃതം പഠിക്കാനായിട്ട് അവസരം കൂടെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഒരു മേഖലയിൽ, ടീച്ചർക്കൊക്കെ അറിയാം, ലത ടീച്ചർ ടീച്ചറിന്റെ മോളെയൊക്കെ കൊണ്ടുപോയത് ഭാരതീയ ഗണിതം എന്നുള്ള വിഷയത്തിലാണ് പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് തലത്തിൽ പോയിട്ടുണ്ട്. ചില കുട്ടികൾ, ശ്രീവാൻ ടീച്ചറിന്റെ കുട്ടിയൊക്കെ ആവുന്നുണ്ട്, സദേൺ ലെവലിൽ വരെ പോയിട്ടുണ്ട്. ഒക്കെ ഭാരതീയ ഗണിതമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഈ സംസ്കൃതം പഠിക്കുക, ഒപ്പം തന്നെ ഈ വിഷയത്തില് പഠനം നടത്തി MPhil എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചാൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. സംഗമഗ്രാമാധവനെ ആരാധിക്കുന്ന പോലെ ഈ വിഷയം ഗണിതം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഒപ്പം സംസ്കൃതവും കൂടി പഠിക്കാൻ ശ്രമിച്ചാൽ ഈ ഗ്രന്ഥങ്ങൾ, ഇതിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തത് ഡോക്ടർ KV ശർമ്മയാണ്. ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളെടുത്ത് പഠനം നടത്തിയ ആളാണ് ഡോക്ടർ KV ശർമ്മ. അദ്ദേഹമാണ് നമ്മുടെ ഭാരതീയ ഗണിതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചത്, അദ്ദേഹത്തിന്റെ ടീം. അതിനുശേഷം പിന്നീട് ആരും അത്ര, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഗീവർഗീസ് ജോസഫ് സാറ് മാത്തമാറ്റിക്സിന്റെ തിരുവല്ലയിലുള്ള ആളാണ്. അദ്ദേഹമാണ് പിന്നീട് ഇതേക്കുറിച്ചൊരു പഠനം നടത്തി 2 പ്രബന്ധങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്ന് എ പാസേജ് ടു ഇൻഫിനിറ്റി, അനന്തതയിലേക്കുള്ള യാത്ര എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അതിൽ മാധവാചാര്യരെ കുറിച്ച് നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ദ ക്രസ്റ്റ് ഓഫ് പീകോക്ക്, മയിലുകളുടെ തലയിലെ ശിഖ എന്നാണ് ഈ സാറിന്റെ ഒരു പുസ്തകത്തിന്റെ പേര്. അങ്ങനെ പേര് കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ആ പേര് കൊടുത്തത് ലഗധ മഹർഷി എഴുതിയ വേദാംഗ ജ്യോതിഷം എന്നൊരു പുസ്തകമുണ്ട്. വേദാംഗ ജ്യോതിഷം,
ലഗധ മഹർഷി എഴുതിയതാണ്. അത് BC 2000-ത്തിനപ്പുറമാണ് അദ്ദേഹം അത് രചിക്കുന്നത്. ആ പുസ്തകത്തില് ഗണിതശാസ്ത്രത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചൊരു വരിയുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. യഥാശിഖ മയൂരാണാം നാഗാനാം മണയോ യഥാ തദ്വത് വേദാംഗ ജ്യോതിഷാണാം ഗണിതം മൂർധനിസ്ഥിതം. മയിലുകളുടെ തലയിലെ ശിഖ പോലെയും നാഗങ്ങളുടെ തലയിലെ മാണിക്യം പോലെയും എല്ലാ വേദാംഗ ശാസ്ത്രങ്ങളിലെയും മുകളിലാണ് ആര്? ഗണിതം മൂർധനിസ്ഥിതം, ഗണിതശാസ്ത്രത്തിന്റെ സ്ഥാനം. ബാക്കിയെല്ലാം അതിന്റെ താഴെ വരുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മയിലുകളുടെ തലയിലെ ശിഖ പോലെയും യഥാശിഖ മയൂരാണാം. ഈ വരി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ജോർജ് ഗീവർഗീസ് ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ ഭാരതീയ ഗണിതത്തെക്കുറിച്ചുള്ള പ്രബന്ധത്തിന്റെ പേര് കൊടുത്തത് ദ ക്രസ്റ്റ് ഓഫ് പീകോക്ക്. ആ പുസ്തകം ഇവിടെ ഇരിക്കുന്നവർ പറ്റുമെങ്കിൽ വായിക്കണം. മാധവാചാര്യരെ കുറിച്ച് ഈ 2 പുസ്തകങ്ങളിലും നല്ല രീതിയിലുള്ള അറിവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഭാസ്കരാചാര്യര് ഗണിതശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭാസ്കരാചാര്യർ AD 1114 ജീവിച്ചിരുന്ന മാത്തമാറ്റീഷ്യനാണ് ഭാരതത്തില്. അദ്ദേഹത്തെ അറിയാതെ പോകരുത്, ഇവിടെ ഇരിക്കുന്ന ആരും അറിയാതെ പോകരുത്. കാരണം ഭാസ്കരാചാര്യര് അദ്ദേഹത്തിന്റെ സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതില് ഭുവനകോശം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ 10ാമത്തെ ശ്ലോകം വായിച്ചാൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ കേട്ട ഒരു അറിവ് തിരുത്തും. അതിങ്ങനെയാണ് പറയുന്നത്: ആകൃഷ്ടി ശക്തിസ്തു മഹീതയായ ഖസ്തം ഗുരുസ്വാഭിമുഖം സശക്തിയ ആകൃഷ്യതേ തത് പദതീത ഭാതി സമേ സമന്താത് പദത്വയം ഘേ. ആകൃഷ്ടി ശക്തിസ്തു മഹീതയായ, മഹി എന്ന് വെച്ചാൽ ഭൂമി. യാതൊരു വസ്തുവിനെയാണോ ഭൂമി തന്റെ ആകർഷണ ശക്തി കൊണ്ട് താഴേക്ക് വലിക്കുന്നത്, ആകൃഷ്ടി ശക്തിസ്തു, അങ്ങനെ തന്നെ അദ്ദേഹം ആകർഷണ ശക്തി കൊണ്ട് യാതൊരു വസ്തുവിനെയാണോ ഭൂമി തന്റെ ആകർഷണ ശക്തി കൊണ്ട് താഴേക്ക് വലിക്കുന്നത്, മഹീതയായ ഖസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയ. ഗുരുസ്വാഭിമുഖം, ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നത്. ഇപ്പോഴും ഫിസിക്സിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഭൂമി കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്, അതിന് സർഫസിലേക്കല്ല. ഇപ്പോഴും ഫിസിക്സിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ല ടീച്ചറെ? ടീച്ചർ ഫിസിക്സിന്റെ ടീച്ചറാണ്. അപ്പൊ യാതൊരു വസ്തുവിനെയാണോ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ഗുരുസ്വാഭിമുഖം, അതിന്റെ കേന്ദ്രത്തിന് അഭിമുഖമായിട്ട് ആകർഷിക്കുന്നത്, തത്പദതീത ഭാതി, ആ വസ്തു ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് ഭൂനിവാസികൾക്ക് തോന്നുന്നു. എന്താ അങ്ങനെ എഴുതി? ഐസക് ന്യൂട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഐസക് ന്യൂട്ടൻ പറഞ്ഞ എന്താ? ആപ്പിൾ തലയിൽ വീണപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ? നമ്മൾ അന്വേഷിച്ചു ആപ്പിൾ തലയിൽ വീണോന്ന്. അങ്ങനെ ഒരു കഥയൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു. അപ്പൊ ആപ്പിൾ വീണപ്പോൾ ഐസക് ന്യൂട്ടന് ബോധോദയം ഉണ്ടായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് ഓരോ കുട്ടിയുടെയും തലക്കിട്ട് എറിഞ്ഞാൽ നമുക്ക് അല്ലേ, ഓരോ കുട്ടികളും നല്ല ചിന്തിക്കുന്ന കുട്ടികളായിട്ട് മാറും അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കഥകളെല്ലാം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ പോലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കേട്ട് ചിരിക്കുന്നുണ്ടാവും. ആപ്പിളിന്റെ കഥ കേട്ടിട്ടുണ്ട്. A ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിച്ചു, A ഫോർ ആര്യഭട്ട എന്ന് പഠിപ്പിക്കൂ നിങ്ങൾ. ഈ ഭാസ്കരാചാര്യര് പറയുന്നത് ഭൂമി ഏതൊന്നിനെയാണോ താഴേക്ക് വലിക്കുന്നത് അത് താഴെ പതിക്കുന്നതായിട്ട് ഭൂനിവാസികൾക്ക് തോന്നുന്നു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടാണ് അദ്ദേഹം, പ്രാപഞ്ചികമായിട്ടാണ് അദ്ദേഹം ഒരു വസ്തു താഴേക്ക് വീഴുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആകർഷക്തിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോ നമ്മള് ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചാൽ നമ്മൾ എന്താ പറയാ? റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നാ പറയാ അല്ലേ? ചന്ദ്രനിൽ ആരെങ്കിലും നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക, അവരെന്തായിരിക്കും പറയാ? താഴേക്ക് വരുന്നേ പറയുള്ളൂ. വേറൊരു ഇപ്പൊ ജൂപ്പിറ്ററിൽ നിൽക്കുന്ന ആൾക്ക് താഴേക്ക് പോകുന്നതായിട്ടും തോന്നില്ല, മുകളിലേക്ക് പോകുന്നതായിട്ടും തോന്നില്ല. എന്തോ ഒരു സാധനം എങ്ങോട്ടോ പോകുന്നതായിട്ട് തോന്നും. ഡയറക്ഷൻ ഇല്ല, യൂണിവേഴ്സിൽ ഡയറക്ഷൻസ് ഇല്ല, ദിക്കുകളില്ല. ഇതൊക്കെ നമുക്കേ ഉള്ളൂ. അതുകൊണ്ട് ഭാസ്കരാചാര്യർ പറഞ്ഞത് ഭൂമിയിൽ നിൽക്കുന്നവർക്കാണ് ഭൂമി ആകർഷിക്കുന്ന വസ്തു താഴേക്ക് വീഴുന്നതായിട്ട് തോന്നുന്നത്.
മറ്റുള്ള പ്ലാനറ്റ്സിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നില്ല. അവർക്ക് താഴേക്ക് വീഴുന്നതായിട്ടല്ല തോന്നുന്നത്, അവർക്ക് മുകളിലേക്ക് പോകുന്നതായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ തോന്നൽ എന്ന ഒരു പദം അവിടെ വെച്ചിരിക്കുന്നത്. ഏതൊരു വസ്തുവാണോ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്നത് ആ വസ്തുവിനെ ഭൂമി കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഫലമായി ആ വസ്തു ഭൂമിയിലേക്ക് പതിക്കുന്നതായി ഭൂനിവാസികൾക്ക് തോന്നുന്നു. അത് നമ്മുടെ മാത്രം എക്സ്പീരിയൻസാണ്. അത് മൂണിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവില്ല ആ എക്സ്പീരിയൻസ്. പിന്നെ അടുത്ത വരി പറയുന്നത് സമയ സമന്താത്വപദത്വയം ഹേ, തുല്യ ശക്തികൾ കൊണ്ട് ആകർഷിക്കുന്ന പ്രപഞ്ചഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ് എൻ്റെ പ്രിയ ശിഷ്യ. ഇന്നത്തെ അധ്യാപകർ വിളിക്കുന്ന പോലെയല്ല. അന്നത്തെ ഗുരുക്കന്മാര് നല്ല സ്നേഹത്തോടെയാണ് ശിഷ്യരെ സംബോധന ചെയ്തിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ, തുല്യ ശക്തി കൊണ്ട് ആകർഷിക്കുന്ന പ്രപഞ്ചഗോളങ്ങൾ സമയ സമന്താത്വപദത്വയം ഹേ, അങ്ങനെയുള്ള പ്രപഞ്ചഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ്? എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയിൽ വന്ന് വീഴാത്തത്? ആകർഷിക്കുന്നുണ്ട്, ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നുണ്ട്, ചന്ദ്രൻ ഭൂമിയെയും ആകർഷിക്കുന്നുണ്ട്. പരസ്പരം എന്തുകൊണ്ടാണ് കൂട്ടിയിടിക്കാത്തത്? അവ തമ്മിലുള്ള ആകർഷണ ബലം തുല്യമായതുകൊണ്ടാണ് ശിഷ്യ. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ആകർഷണ ശക്തി ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാ? സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പാണ് ഭാസ്കരാചാര്യര് ജീവിച്ചത്. 492 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാസ്കരാചാര്യര് ജീവിച്ചിരുന്നത്. അദ്ദേഹം ആകർഷണശക്തി നിർവചിച്ചു. ആകർഷണശക്തി നിർവചിച്ചത് കൂടാതെ തന്നെ പ്രപഞ്ചഗോളങ്ങൾ പരസ്പരം ആകർഷിക്കുന്നെങ്കിലും കൂട്ടിയിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് ഭാസ്കരാചാര്യര് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഭാസ്കരാചാര്യര് ഗണിതശാസ്ത്രത്തിന്റെ പ്രാധാന്യം, എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഗണിതം പഠിപ്പിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലൗകികേ വൈദികേ സാമായികേ അപി വ്യാപാരസ്തത്ര സർവത്ര സംഖ്യാനുപയുജ്യതേ കാമതന്ത്രേ അർത്ഥശാസ്ത്രേ ച നാടകേ അപി വാസൂപശാസ്ത്രേ തഥാ വൈദ്യേ വാസ്തുവിദ്യാദി വസ്തുഷു ബഹുഭിർ വിപ്രാലാപൈക്യം ത്രൈലോക്യ സചരാചരൈഹി യത്കിഞ്ചിത് വസ്തു തത്സർവം ഗണിതേന വിനാനഹി. ലൗകികേ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, വൈദികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം അല്ലെ? വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവര്. വൈദികമായിട്ടുള്ള കാര്യങ്ങൾക്കും ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കും വ്യാപാരസ്തത്ര ബിസിനസ്സിലും വ്യാപാര മേഖലയിലും സർവത്ര സംഖ്യാനുപയുജ്യതേ, ഈ മേഖലകളിലെല്ലാം ഗണിതം ഉപയോഗിക്കപ്പെടുന്നു. കാമതന്ത്രേ സെക്സ് എഡ്യൂക്കേഷനില്, അർത്ഥശാസ്ത്രേ എന്താ അർത്ഥം എക്കണോമിക്സില്, ച ഗാന്ധർവേ സംഗീതത്തില്, നാടകേ ഡ്രാമയില്, അപ്പൊ വാസൂപശാസ്ത്രേ വാസൂപശാസ്ത്രം എന്താ വാസൂപശാസ്ത്രം? കുക്കിങ്ങില്, തഥാ വൈദ്യേ നമ്മുടെ മെഡിസിനില്, വാസ്തുവിദ്യാദി ആർക്കിടെക്ട് അല്ലെ ആ ഫീൽഡില് അല്ലെ ആ ഫീൽഡിൽ ഗണിതം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാസ്തു ശാസ്ത്രം എവിടെ നിന്നാ വരുന്നതെന്നറിയാവോ? വാസ്തു വരുന്നത് ഉപവേദങ്ങളിൽ ഒന്നിൽ നിന്നാ വരുന്നത് അല്ലേ? ഉപവേദങ്ങള് അർത്ഥശാസ്ത്രം ഉപവേദത്തിൽ നിന്നാ വരിക. അർത്ഥശാസ്ത്രം, ആയുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം അഥവാ ശില്പവേദം, ധനുർവേദം, ആർച്ചറി, ഇത് ഉപവേദങ്ങൾ, സബ്വേദാസ്. ഇതിലൊന്നാണ് സ്ഥാപത്യവേദം അല്ലെങ്കിൽ ശില്പവേദം. ശില്പവേദത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് വാസ്തുവിദ്യ. അപ്പോ സ്ഥാപത്യവേദം എന്തായിരിക്കും? ശില്പവേദം എന്തായിരിക്കും? ഇതെല്ലാം എഴുതിയ ആളുകള് ബ്രഹ്മജ്ഞാനേന ഇതി ബ്രാഹ്മണ, 100% ശരിയാ. ബ്രഹ്മജ്ഞാനേന ഇതി ബ്രാഹ്മണ. ഈ ബ്രഹ്മജ്ഞാനം, ഈ അറിവ്, ഇതിന് ബ്രഹ്മജ്ഞാനം തന്നെയാണ്. ഇതിനെ തേടി, ബ്രഹ്മത്തെ തേടിയുള്ള യാത്ര തന്നെയാണ്. അതിലൂടെ ജനിച്ചതാണ് ഈ അറിവുകളെല്ലാം. അങ്ങനെ ജ്ഞാനം നേടിപ്പോകുന്നവരെ ആണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്.
സത്യത്തെ അന്വേഷിച്ച് പോകുന്നവരെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ യോഗ്യതയുള്ളവനായിരിക്കണം മുമ്പിൽ വരേണ്ടത്. അല്ലാതെ ഇങ്ങനെ സാർവത്രികമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ അന്ന് മനഃപൂർവ്വം കൊടുക്കാതിരുന്നതല്ല. അറിവ് നേടാൻ യോഗ്യതയുള്ളവനാണെന്ന് പല തവണ പരീക്ഷിച്ചുറപ്പിച്ച വ്യക്തികൾക്കാണ് മഹത്തായ അറിവുകളെ പ്രദാനം ചെയ്തത്. അല്ലാത്തവർക്ക് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കാനുള്ള കണക്കുകൾ, കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, കരിക്കലും അത് ഇനി വെക്കും. പിന്നെ സൈനും കോസും ടാനും ഒക്കെ അവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഞാനിതൊക്കെ പറയുന്നത് കണ്ടോ, സൈൻ, കോസ്, ടാൻ എന്നുള്ള ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ, കോസ് തീറ്റ, ഇതൊന്നും അവനെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ അത് പഠിക്കാൻ യോഗ്യതായിട്ടുള്ളവനുണ്ടെങ്കിൽ അവനെ അതിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാൻ തയ്യാറായ ഒരു വലിയ ഋഷി പരമ്പര, ആ ഋഷി പരമ്പരയിലൂടെ ആണ് ഈ ഗണിതം, ജ്യോതിശാസ്ത്രമൊക്കെ നമുക്ക് പകർന്നു കിട്ടിയത്. ആ ഋഷി പരമ്പരയിൽപ്പെട്ട ഭാസ്കരാചാര്യർ പറയുന്നത്, വാസ്തുവിദ്യയിൽ ഗണിതം ഉപയോഗിക്കുന്നു. എന്തിനേറെ പറയുന്നു, കിം ത്രൈലോക്യ സചരാചരൈ, 3 ലോകങ്ങളിലും എന്തെല്ലാം ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുണ്ടോ അതെല്ലാം തന്നെ യത് കിഞ്ചിത് ദുസ്തു തസ്സർവം ഗണിതേന വിനാനഹി, ഗണിതശാസ്ത്രം കൂടാതെ 3 ലോകങ്ങളിലും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എന്തൊക്കെയുണ്ടോ അതൊന്നും തന്നെ പ്രവർത്തിക്കില്ല. ഗണിത നിയമങ്ങൾ വെച്ചാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇതിന്റെ സാരാംശം. ഈ പ്രപഞ്ചം ഗണിത നിയമങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തിലകനിലൂടെ അല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണെന്ന് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത് പറയിപ്പിച്ചത്. അതുകൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും മുകളിൽ ഇതിന് സ്ഥാനം കൊടുത്തത്, എല്ലാത്തിൻ്റെയും മുകളിൽ. ആ ഗണിതം ഉപയോഗിച്ചുകൊണ്ടാണ് പാണിനി അദ്ദേഹത്തിന്റെ അഷ്ടാധ്യായി രചിച്ചിട്ടുള്ളത്. ലോകപ്രസിദ്ധമാണ് അദ്ദേഹത്തിന്, ഇന്നും റെഫറൻസ് ഗ്രന്ഥമാണ്. ഗ്രാമറിന്റെ ലോകത്തിലെ റെഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്ന അഷ്ടാധ്യായാണ് ഇന്നും. അത് ഗണിതം കൂടിയാണ്, ഗണിതം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അങ്ങനെ രചിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്നും പ്രസിദ്ധമായിട്ട് നിലനിൽക്കുന്നു. അതിനൊരു എന്താ പറയാ, അങ്ങനെ സയന്റിഫിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തത് എന്തും ആസ്വാദ്യകരമാണ്. സയന്റിഫിക് അല്ലാത്തത് അത് സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിച്വൽ അല്ലെങ്കിലും സയന്റിഫിക് അല്ലാത്തത് ആസ്വാദ്യകരമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങള് ചിട്ടപ്പെടുത്തിയത് സയന്റിഫിക് ആയിട്ടാണ്. അത് ചിട്ടപ്പെടുത്തിയത് ബ്രാഹ്മിൻസ് ആണ്. ഞാൻ ബ്രാഹ്മിൻസിൽപ്പെട്ട ആളല്ല, പക്ഷെ ഞാൻ നിഷേധിയല്ല, ബ്രാഹ്മിൻസിന്റെ നിഷേധിയല്ല, ഒരിക്കലും ആവില്ല. കാരണം സഞ്ചരിച്ച അറിവിലൂടെ, ഈ പോയ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ, സത്യത്തെ തുറന്ന് കാണപ്പെടുമ്പോൾ, സത്യം തുറന്നു പറഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇത് സയന്റിഫിക് ആക്കി. ഒരു കാലത്ത് മാടനെയും മറുതയും മറ്റതിനെയൊക്കെ ആരാധിച്ചിരുന്നു. അതായത് ഗോത്രമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തില് ഗുഹകളിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഈ പ്രപഞ്ചത്തിലെ ഈ സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തെയൊക്കെ ആരാധിച്ച് പോകുന്ന ഒരു രീതി, കല്ലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ളവര് എന്ത് ചെയ്തു, ഈ ആരാധനാക്രമത്തെ സയന്റിഫിക് ആയിട്ട് മാറ്റി ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടു. അതുകൊണ്ടാണ് ഇതിൻ്റെ അത് കണക്കും സയൻസും എല്ലാം കടന്നു വരുന്നത്. അന്ന് റോക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കണക്ക് എഴുതിയത്. ഇന്ന് ഗണിതശാസ്ത്രത്തിലെ കണ്ടെത്തലുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? റോക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അത്യന്താധുനികമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഗണിതവും ശാസ്ത്രവും ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ അന്ന് ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പൊ ഇതിനെല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, യജ്ഞശാലകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, യാഗാഗ്നികുണ്ഡങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിലൊക്കെ ഞാൻ അതിലേക്കൊന്നും കടക്കാനേ സമയം, ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, ക്ഷേത്രത്തിന് ശ്രീകോവിൽ ഒന്നുകിൽ വൃത്തമായിട്ട് അല്ലെങ്കിൽ സമുദ്രമായിരിക്കും, ഉറപ്പാണ് അല്ലേ, അതിനകത്ത് മുഴുവൻ ഗണിതമാണ്. അപ്പൊ ഇതെല്ലാം അന്ന് അവര് ഈ ഗണിതത്തിലൂടെ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ സ്വാത്വികമല്ലാത്ത ആരാധനാ രീതിയെ, നമ്മുടെ വിശ്വാസത്തെ, ആധ്യാത്മികതയെ ശാസ്ത്രീയമായ രീതിയിലൂടെ പരിഷ്കരിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്ര ആചാര രീതിയിലേക്ക് വന്നത്. ആ രീതിയിൽ ആരാധിക്കുന്ന ബ്രാഹ്മിൻസ് ആയിട്ടുള്ളവരെ അവിടെ അത് ശാസ്ത്രീയമായിട്ട് ആ കാര്യം ചെയ്യുമ്പോൾ, അന്ന് പഴയ ഗോത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ചെയ്തതിനെ നമ്മൾ തമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കുന്നത് ശരിയല്ല.
നമ്മൾ പിന്നെ പുറകോട്ടാണോ പോകേണ്ടത്? നമ്മൾ പിന്നെയും ആ ഗുഹയിൽ ജീവിച്ചിരുന്നവർ ജീവിച്ച രീതിയിൽ ആരാധനാക്രമങ്ങളിലേക്കാണോ നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്? ഇതിനെ പരിഷ്കരിച്ചു കൊണ്ടുവന്നത് തന്നെയാണ്, പരിഷ്കരിച്ചു തന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അത്രയും ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു പാഷനായിട്ട് പോകുന്നൊരു മേഖലയാണിത്. ഭാരതീയ ഗണിതശാസ്ത്രം പാഷനായിട്ട് അത് പഠിക്കുകയാണ്, ഒരു രസം. അങ്ങനെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എഴുതി വെക്കണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. മുഴുവൻ വേദിക് പീരീഡ് തൊട്ട് സംഗമഗ്രാമ മാധവൻ വരെയുള്ള ഗണിതശാസ്ത്രകാരന്മാരുടെ ചരിത്രവും കണ്ടെത്തലുകളും എല്ലാം അടങ്ങിയ ഒരു ഇതാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈവൻ ശങ്കരാചാര്യർ പോലും സ്ഥാനവിലയെപ്പറ്റി പറയുന്ന വരികളൊക്കെ അതൊക്കെ കിട്ടാനിടയായി ഈ അന്വേഷണത്തിനിടയിൽ. അതായത് ഒരു അമ്മ എപ്രകാരമാണോ മക്കൾക്ക് അമ്മയായിട്ടും അച്ഛന് ഭാര്യയായിട്ടും, അല്ലേ, അതുപോലെ തന്നെ ഇതേ വ്യക്തി അമ്മായിയമ്മയായിട്ടും മരുമകൾക്ക് അമ്മായിയമ്മയായിട്ടും ഒക്കെ വർത്തിക്കുന്നത് അതേ പ്രകാരം ഒരു സംഖ്യ സ്ഥാനം മാറുന്നതനുസരിച്ച് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടും. അതായത് അമ്മ അമ്മയെന്നും അമ്മായിയമ്മയെന്നും ഭാര്യയെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരേ ആളാണ്. അപ്പോൾ 6നെ എടുത്ത് 1ന്റെ സ്ഥാനത്ത് വെച്ചാൽ 6 എന്ന് വിളിക്കും, അതിനെ എടുത്ത് 10ന്റെ സ്ഥാനത്ത് വെച്ചാൽ 60 എന്നാ വിളിക്കുക, അതിനെ എടുത്ത് അതേ 6നെ എടുത്ത് 100ന്റെ സ്ഥാനത്ത് വെച്ചാൽ 600 എന്നാ വിളിക്കുക. അപ്പൊ സ്ഥാനം മാറുന്നതനുസരിച്ച് നാമവും മാറും. ആരെഴുതി വെച്ചേ? ശങ്കരാചാര്യര്. അദ്ദേഹം സൗന്ദര്യ ലഹരിയുടെ ഇതിലായിട്ട് ഒരു ഗണിത പരാമർശം നടത്തുന്നിടത്താണ് പറയുന്നത് ഇതേ രീതിയിൽ സ്ഥാനം മാറുന്ന. അപ്പൊ ഇതൊക്കെ ഈ സ്ഥാനവില കണ്ടുപിടിച്ചതൊക്കെ ഭാരതീയരാണെന്ന് അപ്പൊ അനുമാനിച്ചുകൂടെ? ശങ്കരാചാര്യർ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്നാണ്, ഇല്ലേ? അപ്പൊ ഞാൻ എന്തായാലും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ഈ പൈതൃകം പഠിക്കാനുള്ള ഒരു സംവിധാനം ഈ ഇരിങ്ങാലക്കുടയിൽ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കണം. ഈ പൈതൃകം നമ്മുടെ വരും തലമുറകൾക്ക് യോഗക്ഷേമ സഭയുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ സംവിധാനത്തിൽ ഇത്തരം പൈതൃകങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കണം. 10,000 ഗ്രന്ഥങ്ങൾ 1881 ബാഗ്ഷാലി മാനുസ്ക്രിപ്റ്റ്സ് കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഖനനം ചെയ്തെടുത്തത്. അത് റെയിൽവേ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഖനനം നടന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ഈശ്വരൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. പണ്ട് പർവ്വതം കടഞ്ഞതുപോലെ ഇങ്ങനെ ഉയർന്നു വന്നതുപോലെ ഈ ഗ്രന്ഥങ്ങൾ, നിരവധി ഗ്രന്ഥങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ ഉയർന്നു വന്നതിൽ 10,000 എണ്ണം മാത്തമാറ്റിക്സിന്റെ മാത്രമാണ്. അപ്പൊ ബാക്കി ഗ്രന്ഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബ്രിട്ടീഷ് അവരതെല്ലാം കൊണ്ടുപോയി ഇന്ന് ഒറിജിനൽ എല്ലാം വിദേശത്താണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, ബ്രിട്ടീഷ് ലൈബ്രറിയിൽ, ഇതൊക്കെ ഇന്ന് ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് പോകാം. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയാൽ നമ്മുടെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ് കാണാൻ പറ്റും. ഈ ജ്യേഷ്ഠദേവന്റെ കൃതികൾ ഒക്കെ ഒറിജിനൽ കാണാനായിട്ട് സാധിക്കും. താളിയോല ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയി നമുക്ക് നിർഭാഗ്യവശാൽ ഇപ്പം അവർ തിരിച്ചു തരുന്നതൊക്കെ വിഗ്രഹങ്ങളും ഒക്കെയാണ്. വിദേശീയർ കൊണ്ടുപോയത് ഇപ്പൊ തിരിച്ചു തരുന്നുണ്ട്, അല്ലേ? കാണുന്നില്ലേ പത്രത്തില്? അവരതിന് പകരമായിട്ട്, അത് അന്നോട് കുഴപ്പമില്ല, ഈ ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് തിരിച്ചു തരുന്നില്ല? അപ്പോ അവരിപ്പോഴും അത് പഠനവിധേയമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവരുടേതായിട്ട് ഇന്നത്തെ അവരുടെ തലമുറ, പണ്ടത്തെ ആൾക്കാർ നമ്മളെന്ന് പറയുന്നുണ്ടെങ്കിലും അപൂർവമായിട്ട് ഇന്നും ചിലർ നമ്മളെ കണ്ടെത്തിയെന്ന് സമ്മതിച്ചു തരുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം അവിടുത്തെ ആൾ ഇപ്പോൾ അവരുടേതായിട്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഓർക്കുക, അവര് അതിൻ്റെ ക്രെഡിറ്റ് ഇന്ന് എടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കണം. അവർ മാത്രം നമ്മുടെ കുട്ടികളും ഇത് പഠിക്കണം. വിദേശത്താണെങ്കിൽ വിദേശത്ത് പോയി വിദേശ യൂണിവേഴ്സിറ്റികൾ ലൈബ്രറിയിൽ നിന്ന് ഇത് എടുത്ത് അവിടെ നിന്ന് പഠനം നടത്തി നമ്മുടെ കുട്ടികൾ ഭാരതത്തിൻ്റെ മഹിമ യശസ് ഉയർത്തുന്ന പ്രക്രിയയിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്തുന്നതിനുള്ള ഒരു ദൗത്യം, ആ ദൗത്യം യോഗക്ഷേമ സഭ ഏറ്റെടുക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രം വയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ കാലശേഷമായിരിക്കും നമ്മുടെ കുട്ടികൾ ഈ രീതിയിലുള്ള പഠനത്തിലൊക്കെ വിജയിച്ച് മുന്നേറുന്നത്. പക്ഷെ അതിന് തുടക്കക്കാരാകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം.